ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മിനീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇച്ചിരി ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അതിന് ഞാൻ ആദ്യം ബീഫ് കഴുകിക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കും. കുറച്ചേ ഇടുന്നുള്ളൂ, കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് നമുക്കിടെ മനസ്സിലൊരു കണക്കുണ്ടല്ലോ. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ കണക്കിലൊന്നും ചെയ്യാറില്ല. അടുത്തത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ തിരുമ്മി വയ്ക്കാം. നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നേരത്തെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഇറച്ചിക്കകത്ത് ഇതൊക്കെ ഇട്ട് വെച്ച് തിരുമ്മി വയ്ക്കും. നമ്മളെല്ലാം ശരിയാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഇതിന് ഉപ്പൊക്കെ പിടിച്ചോളും. അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ബീഫിന് മസാലയൊക്കെ പിടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ചു. ബീഫിന് വേണ്ട സാധനങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും വെളുത്തുള്ളി അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞ് കനം കുറച്ച് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇത്രയും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് ബീഫിന് നിർബന്ധമാണത്. അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി അതും കഴുകിയൊക്കെ അരിഞ്ഞ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട പൊടികൾ ഞാൻ ഇപ്പം ഇത് മല്ലിപ്പൊടിയാണ്, ഇത് മുളക് പൊടി. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയൊക്കെയാണ്, അത് ഞാൻ കാണിക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു. ഇനി നമുക്കതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്കതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തോളൂ, കാരണം തേങ്ങാക്കൊത്ത് അത് മൂക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കുള്ളൂ. കരിവേപ്പില ഇച്ചിരി കൂടുതലിരിക്കട്ടെ. ഇനി ഇതൊന്ന് മൂപ്പിക്കാം. ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഞാൻ ഈ തേങ്ങാക്കൊത്തെ അങ്ങോട്ടിട്ട് കൊടുക്കുവാണേ. എനിക്കിത് ഒത്തിരി മൂക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല. ഇതൊന്ന് കടിക്കണം, അതാണ് എനിക്കിഷ്ടം. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുവാണ്. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഗരം മസാലയാണ്, ഇതും ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം.
ഇനി ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്കിന് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ ഇതിനകത്ത് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു പൊടിയും ഉപയോഗിക്കാറില്ല. ഞാനെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഗരം മസാല ആയാലും ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മീറ്റ് മസാല ഇടാം. ബീഫ് അതിനകത്തേക്ക് ഇടാൻ പോവുക. കാരണം എല്ലാം പൊടികളും എല്ലാം മൂത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ബീഫിനെ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഇത് വേകാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് കാരണം വെള്ളം ഒഴിക്കത്തില്ല. അപ്പം ഞാനെല്ലാം ഉപ്പ് ഇനി ഉണ്ടോയെന്ന് ഇപ്പം നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതൊന്ന് വെന്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ കുറവാണെന്ന് വരികിൽ ഉപ്പിട്ടിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് അടച്ചു വയ്ക്കാം. ഒരു 4-5 വിസിൽ കേൾക്കട്ടെ. നമ്മുടെ ബീഫ് 5 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ നോക്കിയൊന്നുമില്ല. കണ്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇച്ചിരി ഒരു പണി